ഹലോ ഗായ്സ്, എനിക്ക് വൻ പനി പിടിച്ചു ഗായ്സ്. 3-4 ദിവസം തന്നെ നല്ല കിടപ്പില്ലായിരുന്നു. അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത്ര നേരം നല്ല ചുമയായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വോയിസ് കവർ വേഗം കൊടുത്താണ് ഞാൻ. സംഭവം അമ്മ കഞ്ഞിയൊക്കെ വരുത്തിയതാണ്. കഞ്ഞിയൊന്നും കുടിച്ചിട്ട് ഇറങ്ങണില്ല. സംഭവം വായൊക്കെ ഫുള്ള് കശന്നിട്ട് എല്ലാം അടിച്ചു പോയി. ടേസ്റ്റ് ബഡ്സൊക്കെ. മരുന്ന് കഴിക്കുക, കഞ്ഞി കുടിക്കുക, അതായിരുന്നു എനിക്ക് 4-5 ദിവസം തന്നെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ പിറ്റേ ദിവസം കുറവില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ. അപ്പോഴും ഡോക്ടർ മരുന്നൊക്കെ തന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു. ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് മരുന്നൊക്കെ മരുന്ന് കഴിക്കുക, കഞ്ഞി കുടിക്കുക, അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ മേമൻ്റെ ഉണ്ണി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ മലപ്പുറത്താണ്. അപ്പോൾ അവിടെ മഴ അത്രയും വീണാൽ തന്നെ ലീവാണ്. നമ്മുടെ പാലക്കാട് ഭയങ്കര കുറവാണ് ലീവ് കിട്ടുന്നത്. അവിടെ നല്ലോണം കിട്ടുന്നുണ്ട്. അവൻ ഈ ബാഗും പിടിച്ച് നിൽക്കുന്നത് എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കളർ ആരുടെയാണ്? നിന്റെ കളർ. എന്തിനാ അപ്പോൾ അടി ഉണ്ടായത്? തക്കൂന് കൊടുക്കില്ല. എന്നിട്ട് എന്ത് ചെയ്യും നീ ബാഗ് വെച്ചിട്ട്? മൂന്ന് കളർ എടുത്താ? അപ്പോൾ ബാക്കി ആര് കാണിച്ചു? എത്ര കളർ എടുത്തെന്ന് കാണിച്ചാൽ തുറക്കുക. തക്കു ഡ്രോയിങ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ഐറ്റംസ് ഒക്കെ പുറത്ത് കിടക്കുകയാണല്ലോ. അപ്പോൾ അവ അതിനൊക്കെ എടുത്തിട്ട് ബാഗിൽ കൊണ്ടിടുകയാണ്. എന്നിട്ട് എന്തിനാണ് ഇടുന്നത് ചോദിച്ചാൽ അവന് വീട്ടിൽ കൊണ്ടുപോകാനാണ് പറയും. ഇപ്പോൾ എന്ത് മേടിച്ചു കൊടുത്താൽ, ഇപ്പോൾ സ്നാക്സ്, മിഠായി എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അത് നേരെ കൊണ്ട് ബാഗിലിട്ടിട്ട് എനിക്കിത് വീട്ടിൽ കൊണ്ടുപോകണം പറഞ്ഞിട്ട് അതേ പിടിച്ച് നിൽക്കണം. അതുപോലെ തക്കു ഇനി അവൻ്റെ ആ സാധനങ്ങളൊക്കെ ഇനി എടുക്കുമോ പറഞ്ഞിട്ട് അതിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങലായിരുന്നു രാത്രിയൊക്കെ അവന് പണി. അപ്പോൾ അത്രയും എന്താ പറയുക, ബാഗിനെ സ്വർണം പോലെ പൂട്ടി നടക്കുകയായിരുന്നു അവൻ 2 ദിവസം. പോണ വരെ അതായിരുന്നു കേട്ടോ. പിന്നെ അവൻ പോണ ടൈമിൽ വേഗം അതിനൊക്കെ അടുത്തെങ്കിൽ പുറത്തിട്ട്. തക്കു പറഞ്ഞു ആ സാധനങ്ങളൊക്കെ എൻ്റെയിൽ എനിക്കിതാന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരടിയായിരുന്നു. പക്ഷെ അടിയൊന്നും കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. കുറച്ച് നേരം അവർ തോളിക്കയിട്ട് നടന്നു പോണ് കാണാം. മിക്കവാറും എല്ലാ വീടുകളിലും സിബ്ലിങ്സ് തമ്മിൽ ഇതൊക്കെയല്ലേ ഗൈസ് കാണാറുള്ളത്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.